turn our time to meditate on the Word of God. ദൈവ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവവചനത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Luke chapter 13 verse 17. ആരെങ്കിലും ഒരാൾ വായിക്കാം. Let's read Luke chapter 13 verse 17. Hallelujah. Can you read that in English? Luke 13, verse number 17 says, "And he said these things, all his adversaries were put to shame, and all the people rejoiced at all the glorious things that were done by him." Hallelujah. Hallelujah. Praise you. ഇത് നമുക്കറിയാവുന്നതായിട്ടൊരു ഭാഗമാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരുന്നാട്ട്. Let us be with a prayerful attitude. It may be a familiar passage of scripture to us, but let's pray that the Holy Spirit would open new things for us. Let's invite the Holy Spirit again and again. Come and speak to me എന്ന് പറയാം നമുക്ക്. Holy Spirit, come and speak. സകലരും പ്രാർത്ഥിച്ചാട്ടെ. Everybody pray. Let's open your mouth and pray. Hallelujah. Lord, speak to us. Hallelujah. ആരാണ് പറയുന്നതെന്നല്ല ഇമ്പോർട്ടൻ്റ്, എന്താണ് പറയുന്നതെന്നല്ല ഇമ്പോർട്ടൻ്റ്. പരിശുദ്ധാത്മാവിന്റെ മൂവ് നടക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കട്ടെ. It's not important who's speaking or how they're speaking, but it's the Spirit of God who ministers and speaks to us. പറയുന്ന ആളുടെ പ്രിപ്പറേഷനും അല്ല ഇമ്പോർട്ടൻ്റ്. പരിശുദ്ധാത്മാവിന്റെ മൂവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളില, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില, നമ്മുടെ സഭയുടെ മേലില, നമ്മൾ കേൾക്കുന്നവരുടെ മേല അവരുടെ ജീവിതങ്ങളെ തൊടട്ടെ പരിശുദ്ധാത്മാവ്. Hallelujah. Invite ചെയ്താട്ടെ. Hallelujah. Invite the Spirit of God beyond our needs and beyond the things that we need. Let the Holy Spirit move in our midst and the issues with our personal life and also with the church. Let's pray that the Spirit would answer those things. Yes, Lord. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. നീ ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് സംസാരിക്കണമേ. ഞങ്ങളെ കേൾക്കുന്നവരെ സംസാരിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പറയുവാനല്ല, പരിശുദ്ധാത്മാവൻ നിന്റെ കൺട്രോളിലേക്ക് ഞങ്ങളുടെ വാകളെ തരുന്നു. ഞങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ, ശരീരത്തെ ഈ എൻവയോൺമെന്റിലെ നീ കൺട്രോൾ ചെയ്യുന്നതിനായി സ്തോത്രം പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നീ മഹിമപ്പെടണമേ. നിന്റെ ഗ്ലോറിയസ് പ്രസൻസ് ഞങ്ങളുടെ മേൽ വരണമേ. Let your presence be in our midst, Father. Yes, Lord. Oh, hallelujah. Glorious presence. Hallelujah. യേശു എന്ന നാമത്തിൽ സകലതും ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. We thank you in the name of Lord Jesus. There is everything in it. അവന്റെ നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പ്രാർത്ഥനയോടുകൂടി. Hallelujah. വാ തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. യേശു എന്ന നാമമേ മേലായ നാമമേ. The name of Jesus above every other name. മഹോന്നതനായ നാമമാണ്. Hallelujah. The great and mighty name of our Lord. ആ നാമത്തിനായി സ്തോത്രം ചെയ്യാം. ആ നാമം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. Let that name start to move ആ in us. നാമത്തിന്റെ സകല എല്ലാ മുഴങ്കാലും സകലതും മടങ്ങുന്ന ഒരു നാമമാണ്. Hallelujah. Thank you that name causes everyone to bow down to that name. Thank you Holy Spirit for ministering to us this morning. Thank you, Father. Yes, Lord. Holy Spirit, we thank you. Hallelujah. Yes, Lord, we thank you, Spirit. Hallelujah. Yes, Hallelujah. പരിശുദ്ധാത്മാവിനെ സ്തോത്രം ചെയ്താട്ടെ. Hallelujah. നമ്മുടെ ക്ഷീണങ്ങളൊക്കെ മാറട്ടെ. നമ്മുടെ ഈ സാന്നിധ്യത്തിൽ ദൈവ സാന്നിധ്യം വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. അവന്റെ വചനം തീ കത്തട്ടെ നമ്മുടെ ഓരോരുത്തരും ജീവിതങ്ങളിൽ. Let the presence of God come down thickly in our midst and let the work of God burn within us. Yes, Lord. Thank you Holy Spirit for being here. Thank you, Spirit. Yes. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. We thank you, Father. Yes, Lord. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. Thank you for your presence, Lord. We welcome you, Master. Yes, Lord, we welcome you. നീ മന്നമാരുതനായി വരണമേ. You come down in our midst as a mighty sweet God. fragrance, oh Lord. Hallelujah. Yes, we give you all the glory and honor. We give you all glory and honor. Yes, Lord. Amen. We worship you. We praise you. Hallelujah. Yes, Lord. Yes, when we look into Luke chapter 13, yes, Lord. 13-ാം അധ്യായം ലൂക്ക് 13 നോക്കുമ്പോൾ, when we look at Luke chapter 13, 10 തൊട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, from verse 10 onwards, അവിടെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, what we see is
ഒരു ലേഡി വരുന്നു, ക്രിപ്പിൾഡ് ആയിട്ട് ഒരു ലേഡി വരുന്നു. 18 വർഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവിടെ വരുന്നത്. We see a woman who had an issue with a disability that affected her for 18 years. She had been crippled ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. Verse 11 കാണിച്ചേ. Let's read verse number 11. It talks about her 11. crippled. Yes. ഒട്ടും നിവരുവാൻ കഴിയാതെ കുനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. We see a woman who couldn't fully straighten herself and she was in a bent position. എന്നാൽ അവളോട് യേശു പറയുന്നതായിട്ടുള്ളതുകൊണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒറ്റ ഒരു വാക്യം കൊണ്ടാണ് അവളെ സൗഖ്യമാക്കുന്നത്. We see that one word of Jesus is what instantly heals her. 12ാമത്തെ വാക്യം. We see verse number 12. Yes. നിന്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. We see Jesus saying you are freed from your disability and he laid hands on her. ഹല്ലേലൂയ. Hallelujah. അവള് കുഞ്ഞിഞ്ഞ് 18 വർഷമായിട്ട് ആർക്കും സഹിക്കാൻ വയ്യാത്ത, ആർക്കും നേരെയാക്കാൻ വയ്യാത്തായിട്ടുള്ള അവൾ വൈദ്യന്മാരുടെ അടുത്ത് പോയി കാണും, ഡോക്ടറുടെ അടുത്ത് പോയി കാണും, അവൾ പല ചികിത്സയ്ക്ക് നോക്കിക്കാണും. എന്നാൽ അവളെ സഹായിക്കുവാനായിട്ട് വേറെ ഒരു നാമത്തിനും സാധിച്ചില്ല. എന്നാൽ ആ നാമം കൈവച്ചപ്പോൾ അവൾ നേരെയായി. Hallelujah. We see a woman who had suffered from an issue with a disability. Maybe she sought after medical attention, maybe she sought after medical cures for her problem, but when she saw the name that laid hands on her, she was instantly healed. എന്നാൽ അത് കേട്ടപ്പോൾ സിനഗോഗ് ലീഡേഴ്സിനും എല്ലാവർക്കും പലർക്കും അസുഖമായി. ഇതെങ്ങനെ സംഭവിച്ചു, ഇവൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് യേശുവിനോട് ചോദിച്ചു. We see that the religious leaders and the authorities of that place marveled at this work and they asked Jesus what he was doing there. എന്നാൽ അവിടെ സൗഖ്യം ആർക്കും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. 17ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. In verse number 17 we see that this work of God could not be hidden in that place. യേശുവിനൊപ്പമായിട്ട് നിന്നവർ അഡ്വേഴ്സറീസ് വളരെ നാണിച്ചു പോയിട്ട്, എന്നാൽ മഹിമ ആർക്കാണ് വന്നത്? പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഹല്ലേലൂയ. We see that all his adversaries were put to shame there and the people rejoiced for the glorious things that were done by Jesus. യേശുക്രിസ്തു ഓരോന്നും ചെയ്തിരുന്നപ്പോൾ, ശിഷ്യന്മാരും ചെയ്തപ്പോൾ ബൈബിളിൽ പറയുന്നത് ഓരോ കാര്യമാണ് കാണുന്നത്. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. എന്താണ് പുരുഷാരം സന്തോഷിക്കാൻ കാരണം? The glorious things that were done by Jesus. We see that through the scriptures when Jesus would do these mighty things, the scriptures say that the people rejoiced in the glorious things that were done by him. മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിക്കുന്ന ഒരു സമയമാണ്. യേശു എന്ന നാമത്തിൽ മഹിമയുള്ള നാമമാണ്. It's a glorious name. ആ മഹിമയാണ് നമ്മളിലേക്ക് പിതാവിൽ നിന്ന് കോരി തന്നിരിക്കുന്നത്. ആ മഹിമകളുടെയും പുരുഷാരമൊക്കെയും സന്തോഷിക്കുന്ന സമയമായിട്ടാണ് നമ്മളെ ഈ സമയത്തേക്ക് വിളിച്ചിരിക്കുന്നത്. The Lord has called us to such a time as well, where the glorious things that were done by Jesus would bring glory to him, and also in the same way anyone who calls on his name, glorious things will happen through them. 18 വർഷമായിട്ട് നടക്കാഞ്ഞത് അവൻ ഒരു കൈ വെച്ചിട്ട് അവന്റെ ഗ്ലോറിയസ് നെയിം കൊണ്ടാണ്. അത്ഭുതമായ നാമമാണ്, അവന്റെ അതിശയമായ നാമമായതുകൊണ്ട് അവൻ കൈവച്ചപ്പോൾ അവൻ സൗഖ്യമായി. 18 വർഷം കുനിഞ്ഞു നിന്നത് നേരെയായെങ്കിൽ അവൻ ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ക്രൂക്കഡായിട്ടുള്ളതിനെ നേരപ്പാക്കാൻ മതിയായവനാണ്. Hallelujah. Just as the name who made the things straight for a woman who suffered for 18 years was bent over in her life, anyone who calls on that name, whatever crooked thing is happening in their lives, it will have to become straight. യേശു ദൈവപുത്രനായി വരുന്നെന്നും പറഞ്ഞ് ലൂക്കോസിൽ ഒരു വാക്യം നമ്മൾ കാണുന്നു. ലൂക്കോസ് chapter 3. In Luke chapter 3 we see that Jesus is coming as the Son of Man. In verse 4. In verse number 4.
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത് കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. പാതകളെല്ലാം നിരപ്പാക്കുന്ന ഒരു സമയമാണ് യേശു എന്ന നാമം. ഹല്ലേലൂയ. ആ നാമത്തിൽ വരുമ്പോൾ അവൻ വരും, രാജാവായി വരുമ്പോൾ അവൻ മഹിമയിൽ വരുമ്പോൾ പാതകൾ നിരപ്പാക്കുന്ന ഒരു സമയമാണ്. We see that the voice of one calling in the wilderness, prepare the way of the Lord, make straight his paths. Oh, so when the name of Jesus is spoken, the crooked paths will become straight. അടുത്ത വാക്യത്തിൽ പറയുന്നു every valley shall be filled in. താഴ്വരകളൊക്കെയും നികന്നു വരുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പല താഴ്വര ഉണ്ടെങ്കിൽ അത് നികരുന്ന സമയമാണ്. അത് will be filled with the glory. Hallelujah. We see that every valley shall be filled and every mountain shall be made low in the same way. Every mountain നമുക്ക് മുമ്പായി നിൽക്കുന്ന ഏത് mountain ആണോ, every hill ആണോ, that will be made low. Hallelujah. അതിനെ എല്ലാത്തിനും മേലായ നാമമാണ്. ആ മനോഹരമായ നാമത്തിൽ എല്ലാ കുന്നും താഴും, എല്ലാ മലയും താഴും. Hallelujah. At the name of Jesus, at the sound of that name, every valley shall be filled and every mountain and hill shall be brought low. വളഞ്ഞതൊക്കെയും ചൊവ്വായിരിക്കും, ദുർഘടമായതൊക്കെയും നിരന്ന വഴിയായി തീരും. ഹല്ലേലൂയ. And the crooked paths shall be made straight and the rough ways shall be made. വളഞ്ഞ വഴികൾ ഉണ്ടെങ്കിൽ വളഞ്ഞിരിക്കുന്നത് ദുർഘടമായിരിക്കുന്ന ഓരോ വഴികളും അത് നിരപ്പാക്കുന്ന ഒരു യേശുവിന്റെ ഗ്ലോറിയസ് നാമമാണ് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്, അതാണ് നമ്മൾ വിളിക്കുന്നത്. ആ പ്രസൻസ് ആണ്, ആ നാമമാണ് നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ വീട്ടിൽ ഇറങ്ങേണ്ടത്. ഹല്ലേലൂയ. Oh, when we say the name of Jesus, oh, it makes all the crooked places into a straight path and all the rough ways into smooth in our lives and also in the lives of those who are in the city. Oh, മഹിമേറിയ നാമം, ആ മഹിമേറിയ നാമത്തെ ഇന്ന് വിളിക്കാമോ? എത്ര പേര് വിളിക്കുമോ? നിന്റെ മഹിമ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം, നിന്റെ മഹിമ എന്റെ ജോലി പ്രദേശത്ത് കാണണം, എന്റെ പ്രശ്നങ്ങളിൽ കാണണം. നിന്റെ മഹിമയായ നാമം, ആശ്ചര്യമായ നാമമേ, അത്ഭുതമായ നാമമേ, അധികാരമുള്ള നാമമേ. Oh, can we call upon that glorious name? Oh, when we call upon that glorious name, then glory will be revealed in our lives, in our places of work, in every situation of life that we encounter. Luke chapter 8 verse 55 ൽ നമ്മൾ വേറൊരു വിഷയം കാണുന്നു. In Luke chapter 8 verse number 55 we see another situation. And her spirit returned and she got up at once and he directed that something should be given her to eat. Hallelujah. ജായിറസിന്റെ മകളുടെ വീട്ടിൽ പോകുന്ന ഒരു സംഭവമാണ്. We see this is the situation in Jairus' daughter's. അവിടെ വന്നപ്പോൾ എല്ലാവരും കുഞ്ഞ് മരിച്ചു എന്നും പറഞ്ഞ് ഹല്ലേലൂയ അവർ കരയുകയും മോൺ ചെയ്യും. വെയിലിംഗ് ആൻഡ് മോർണിംഗ് ആയിരുന്നു അതിന് മുമ്പായിട്ട് കാണുന്നത്. എന്നാൽ യേശു വന്നിട്ട് പറഞ്ഞു, ഓ ഇനിയും കരയുക വേണ്ട, നീ ഞരങ്ങിയ വേണ്ടി ആവശ്യമില്ല, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണ് അവർ പറഞ്ഞത്? അവരും എല്ലാം ചിരിക്കാൻ തുടങ്ങിയാളാ, ഇത് വേറൊരാൾ വരുന്നു, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ചത്ത് കിടക്കുന്നതായിട്ട് ഒരു കുഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്, ഇവൻ പറയുക അവൻ ഉറങ്ങുക എന്ന് പറയുകയാണ്. എന്നിട്ട് ആണ് യേശു ക്രിസ്തു പറയുന്നത്, മൈ ചൈൽഡ് ഗെറ്റ് അപ്പ്, ഇന്ന് എഴുന്നേൽക്കുക, നിന്നെ ഞാൻ സൗഖ്യമാക്കുന്ന, ജീവനില്ലാത്തതിനെ ജീവനാക്കുന്ന യേശുവിന്റെ നാമമാണ് അവിടെ നമ്മൾ കാണുന്നത്. We see that this Jairus' daughter was or Jairus' house was in a condition of weeping and mourning, and there we see many people weeping and mourning there, but Jesus saying to them, do not weep, for she is not dead but sleeping. And the people laughed at Jesus, but we see that when Jesus declared to the child to arise, the things that was dead, the child that was dead had to find life and wake up. യേശു പറഞ്ഞു, എഴുന്നേൽക്കുക കുഞ്ഞേ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്പിരിറ്റ് റിട്ടേൺ ആയി. മരിച്ചിരുന്നവളായിരുന്നു, എന്നാൽ അവിടെ സ്പിരിറ്റ് ആത്മാവ് മടങ്ങി വന്നു. ആത്മാവ് പോയതായിരുന്നു, ഉറങ്ങുകയാണെന്ന് പറഞ്ഞാലും ആ ആത്മാവ് തിരിച്ചു വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു, അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ കൽപ്പിച്ചു. We see that as soon as Jesus declares the child arise, the life that was not in her returns to her, because the spirit returns back to her and she's revived and wakes up, and the command was to give her food. ഇത് കണ്ടപ്പോൾ എന്തു പറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത വേഴ്സ്, and we'll see what happens immediately after this happened. Verse 56.
അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. And her parents They were were amazed. astonished എന്നാണ് പറയുന്നത്. നമ്മൾ മുമ്പേ കണ്ടു, അവരും മഹിമയായിട്ടുള്ളത് കണ്ട് യേശുവിനെ ആരാധിച്ചു. ഇതാണ് അസ്റ്റോണിഷ് ആയിട്ടുള്ള അത്ഭുതമായ നാമമാണ്. അതാണ് അവർ കാണുന്നത്. ഈ അത്ഭുതം ചെയ്യുന്നവൻ, ഈ അതിശയം ചെയ്യുന്നവനായ ദൈവം, ഈ അധികാരമുള്ളവനായവൻ ഇറങ്ങി വന്ന് മരിച്ചതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥകളെ മരിച്ചതിനെ ജീവിപ്പാനായിട്ട് തീർന്നിച്ചിരിക്കുന്നതായിട്ടുള്ളതിനെ വിളിച്ചു വരുത്തുന്നവനായ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ നാമമാണ് ഏറ്റവും വലിയ നാമം. We see before that they witnessed the glorious things and rejoiced in the Lord. Here we see that they were astonished, because of what this name had done in their midst, bring to life the things that were dead. ഇത് ആശ്ചര്യമായ ഒരു നാമമായിരുന്നു. അസ്റ്റോണിഷ്ഡ്, അട്ടർലി അസ്റ്റോണിഷ്ഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒക്കെയും മൂലഭാഷകളിൽ, ഒറിജിനൽ ലാംഗ്വേജിൽ ഓരോന്നും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ നാമം അത്ഭുതമാണ്, അവന്റെ നാമം അതിശയമാണ്. ഓ ഹല്ലേലൂയ! അവന്റെ നാമം അധികാരമുള്ള നാമമാണ് എന്ന് നമ്മൾ പാടുന്നതും പറയുന്നതും. അതുകൊണ്ടാണ് ഓരോന്നും പല വിധത്തിലാണ് ഇതിനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവൻ ഒരു വിസ്മയിച്ച പോലെയാണ്. ഹല്ലേലൂയ! ഇന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടില്, നമ്മുടെ ഈ ദേശത്ത് മരിച്ചു കിടക്കുന്ന ആസ്തികള്, മരിച്ചു കിടക്കുന്ന ജീവിതങ്ങള്, മരിച്ചു കിടക്കുന്ന സിറ്റുവേഷൻസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അതിശയമായ നാമമാണ്. That people and the nations will come and say utterly astonished ആണ് യേശുവിന്റെ നാമത്തില്. We see that this name of Jesus, whenever it's declared, that it brings life even in the dry bones, even in the valley of dry bones or the dry situations in your life. When you declare and proclaim, the name of Jesus, then life, the resurrection life will start to move in those places and draw them and bring them into the kingdom. Acts chapter Yes, Lord. 11, Praise you, Acts Father. chapter 3:11 ഒന്ന് നോക്കാമോ? Let's read Acts chapter 3 verse number 11. Praise you, Father. ഹല്ലേലൂയ! യേശുവിന്റെ സമയത്ത് ചെയ്തെങ്കിൽ ഇന്നിതാ പത്രോസ് ഈ ആക്സ് ചാപ്റ്റർ 3-ൽ പറയുന്നു, പത്രോസിനും യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ ജനം വിസ്മയം പൂണ്ടു. എന്തുവാണ്? ഇവരിലാന്നോ? അല്ല, യേശു എന്ന നാമത്തില് ഒരു മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ ആ യേശുവിന്റെ നാമത്തില് അവര് കൂടി വന്നു. ആ മണ്ഡപത്തിൽ ആള് കൂടി വന്നു, ഓടിക്കൂടുവായിരുന്നു. We see here that even in the time of Jesus, the glorious things happened. We see that Peter and John, as they declare the glorious name of Jesus, that a lame man who was not able to walk before was instantly healed before them, not gathered and amazed at Peter and John, but by the work that was done through them. യേശുവുള്ള സമയത്ത് അവന്റെ നാമത്തില് വിടുതലുണ്ടായിരുന്നു. അവൻ കൈതൊട്ടു, അല്ലെ അവൻ വിളിച്ചു. എന്നാൽ ഇതാ പത്രോസും യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ പത്രോസും മുടന്തനെ സൗഖ്യമാക്കിയെങ്കിൽ നമുക്കും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അധികാരം തന്നിരിക്കുന്നു. മുടന്തനെ കണ്ണടയ്ക്കാനല്ല, ആശുപത്രിയിൽ രോഗികളെ കാണുമ്പോൾ അവർക്ക് സ്ട്രീറ്റുകളിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൗഖ്യത്തിന്റെ വാക്ക് പറയാമോ? അവൻ എഴുന്നേറ്റ് യേശുവിനെ ആരാധിക്കട്ടെ. Well, not just during the time of Jesus was there healing and deliverance when Jesus was walking through the midst of the people. In the same way, in this generation, when we declare the name of Jesus wherever we go, in the places that we are, there will be people who are healed, and instantly they would glorify God just as this man did. 16-ാമത്തെ വാക്യം 3:16, verse number 16. അവന്റെ നാമത്തിൽ And in his faith in his name, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന കാരണമായി തീർന്നു. ഹല്ലേലൂയ! പത്രോസ് പറഞ്ഞ എന്താണ്? പത്രോസ് യോഹന്നാനും പറഞ്ഞ എന്താണ്? എന്റെ ബലമല്ല, എന്റെ നാമമല്ല, അവന്റെ നാമത്തിൽ, യേശു എന്ന നാമത്തിൽ വിശ്വസിച്ചാൽ അവന്റെ നാമത്തിൽ തന്നെ കാണുകയും അറിയുന്ന ചെയ്യുന്ന ഈ മൂടനെ സൗഖ്യമാക്കിയെന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞെങ്കിൽ ഈ ദേശത്ത് അനേക ജാതികൾ, വംശങ്ങള്, മുടന്തരും കുടുതരുമായിരിക്കുന്നവര് കാണുവാനായിട്ട് കാത്തിരിക്കുന്ന ആശ്ചര്യമായ നാമം വിളിച്ചു പറയാമോ?
Oh, can we also, just as this man has become strong through declaring by faith the name of Jesus, in the same way, when we declare the name of Jesus over the land, let those who are weak find their strength and come to the presence of God. ഹല്ലേലൂയ. പത്രോസിനും യോഹന്നാനും ഉള്ളപ്പോൾ ആള് കൂടിയെങ്കിൽ ഈ സഭയിൽ ആൾ കൂടാൻ സാധിക്കുവോ? നിങ്ങളുടെ ചുറ്റും ആള് കൂടുവാന്, നിങ്ങളുടെ സഭയിൽ മാത്രമല്ല നിങ്ങളുടെ വീടിന് ചുറ്റും ആള് കൂടുവാൻ സാധിക്കുവോ? അനേകന് ചുറ്റുമില്ലയോ? അവർക്ക് വേണ്ടി കരയുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? മുടന്തരെ സൗഖ്യമാകട്ടെ. നീ യേശുവിന്റെ ആയിട്ടുള്ള നാമം, അത്ഭുതമായ നാമത്തില് മുടന്ത സൗഖ്യമാകട്ടെ. Oh, just as the mighty work was done and that drew the attention and brought the nations to the kingdom, oh, can we also yield and allow the Lord to do the same things through us to bring people into our church? അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. ഓരോ ദിവസവും ഞായറാഴ്ച നമ്മൾ കേട്ടിട്ട് അത്ഭുതമായ നാമമെന്ന് പറഞ്ഞിട്ട് പോകാനല്ല, ഓരോ ദിവസവും ഞങ്ങൾ അത്ഭുതങ്ങൾ കാണണം കർത്താവേ. ഈ മാസത്തിൽ അത്ഭുതങ്ങൾ കാണണം, അതിശയങ്ങൾ കാണണം. എന്റെ നാമം കൊണ്ടല്ല, പ്രസംഗിക്കുന്ന ഗുണങ്ങളല്ല, യേശു എന്ന നാമത്തിൽ, അവന്റെ വിശ്വാസത്തിൽ, അവന്റെ നാമത്തിൽ we want to say great things. Oh, help us to witness the mighty works that you did, Father, not because by our name, but by the name of Jesus. Help us to be witnesses to the works that you will do in this generation, or to the power of that name. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഏതോ ഒരു പിക്ചർ കാണുന്ന പോലാണ് പലരും ഇരിക്കുന്നത്. നീ അടുത്ത വാക്യം കൂടെ വായിക്കാൻ പോവാണ്. ഞാൻ അല്ല എഴുന്നേൽപ്പിക്കാൻ പോവാ സകലരെയും. 12:16 Acts chapter 12 verse number 16. പത്രോസ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, പലരും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഭ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ? ഹല്ലേലൂയ. സഭ എന്താ പറയുന്നു എന്നുള്ളതാണ്. അവര് ഇത് തുറന്നപ്പോ അവര് വിസ്മയിച്ചു. അവരെന്താ വിസ്മയിക്കാൻ കാര്യം എന്താ? അവര് പ്രാർത്ഥിച്ചു, പക്ഷേ അവര് പ്രാർത്ഥിച്ചു, അവര് വിശ്വസിച്ചില്ല. അവര് പ്രാർത്ഥിച്ച എന്തുവാണ്? പത്രോസിന്റെ ചങ്ങലകൾ അഴിയുവാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. നീ പറയുന്നതിന് മുമ്പ് ഓസ്വിൻ ബ്രദർ പറഞ്ഞു, ഉള്ളിൽ ആഗ്രഹിച്ചപ്പോഴേ ദൈവം അത് ചെയ്തു കുഞ്ഞിനു വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എത്രമാത്രം ദൈവം ചെയ്യുവാൻ മതിയായവനാണ്. അത് കരയുവാൻ മതിയായവനാണ്. നീ കരയുവാൻ, നിന്റെ പ്രശ്നങ്ങൾ അനേകം കാണും. ഓ ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം മാറ്റിയിട്ടല്ല, അവന് കരയുവാൻ, ദേശത്തിന് വേണ്ടി കരയുവാന്, നമ്മുടെ ഓഫീസുകൾക്ക് വേണ്ടി കരയുവാനായിട്ട് ഈ ലോകത്തില് യേശു എന്ന നാമം ഉയരട്ടെ. Oh, let the Spirit of God place that burden, for the nations and those things. Just as we heard Oswin brother say, even before the desire came out of his heart, the work was done in the same way as the Spirit places that burden upon us, to pray and intercede for the nation. Let the Father work in a mighty way. ഏതു ദേശം, പല ദേശങ്ങളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ആ ദേശത്തിലെ ചങ്ങലകൾ അഴിയുവാന്, സുവിശേഷത്തിന്റെ ചങ്ങലകൾ അഴിയുവാനായിട്ട്, നമ്മുടേതായ ചങ്ങലകൾ അഴിയുവാനായിട്ട്, നമ്മുടെ ദേശത്തിലുള്ള ചങ്ങലകൾ അഴിയുവാനായിട്ട് നമ്മൾ സഭയായി പ്രാർത്ഥിക്കുമോ? Are we able to pray and intercede, that the chains that bind the nations, that prevent them from coming, are we able to intercede and pray that the Father would send a work to remove those chains and they would come freely, to the knowledge of the gospel of Jesus Christ? അവന്റെ നാമം ആശ്ചര്യമായ നാമമാണ്. ആ നാമം എടുത്താൽ ഒരു ചങ്ങലയും പൊട്ടാത്തതില്ല. There is no name that can bind the name of Jesus, and there's no chain that can contain that. നമ്മുടെ ചങ്ങലകളെ കുറിച്ച് വിശദീകരിക്കാനല്ല, എന്ന് യേശുവിന്റെ നാമത്തിൽ ചങ്ങല പൊട്ടുമെന്ന് പറഞ്ഞു പൊട്ടിക്കാനാണ് നമ്മളെ വിശ്വാസത്തിലും ഈ ഗ്ലോറിയസ് സിറ്റുവേഷനിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. He has called us into this glory so that when we declare the name of Jesus, the chains that bind will immediately come loose. ആദ്യം ഒരു രോഗി ഡോക്ടർ ഹോസ്പിറ്റലിൽ വരുമ്പോ അവന്റെ എല്ലാ സിംറ്റംസ് അറിയും, ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യും. എന്നാൽ നമ്മളെ ഡയഗ്നോസ് ചെയ്യാനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്, അവനെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് അവന്റെ കിടക്കെടുത്ത് നടക്കുവാനായിട്ട് ആണ് നമ്മളെ ഈ സുവിശേഷത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ആ യേശുവിന്റെ നാമത്തിൽ
അനേക ജാതികൾ വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട്, ചെയിനുകൾ പൊട്ടിക്കേണ്ടതായിട്ട്, കുടുംബ പാരമ്പര്യങ്ങളെ പൊട്ടിക്കുവാനായിട്ട്, സഭ കെട്ടുകളെ പല കെട്ടുകളെ ഒഴിപ്പിക്കുവാനായിട്ട് സഭ എഴുന്നേൽക്കുക. Oh, let the church arise not just to examine a person and to hear all about the list of the symptoms that he carries, but instead, to declare the name of Jesus and cause his weakness, to be gone and find strength in Christ. Wherever you find change, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ചേഞ്ചുകൾ പൊട്ടട്ടെ, എല്ലാ ചേഞ്ചുകളും പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ദേശത്തിന്റെ പാരമ്പര്യത്തിന്റെ എന്തുവാണിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ, മഹോന്നതനായ നാമം. Oh, let the chains come loose through the name that is above every other name. ആ നാമത്തിൽ എടുക്കുക, ആ നാമത്തിൽ പറയുക. വിശ്വാസത്തോടെ പറയുമോ, ഹല്ലേലൂയ, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. Glorious name. He is a God of sign and wonders, and he is a glorious name. Yes, Lord. Hallelujah. 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 ചേഞ്ചുകൾ പോട്ടെ, നമ്മുടെ ക്ഷീണങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം പറയാനുള്ള ചങ്ങലകൾ അഴിയട്ടെ. Oh, let all tiredness leave, let all fatigue, spiritual fatigue leave. ഇനി നമ്മൾ വേറെ ഭാഗം കാണാൻ പോകുന്നു. Matthew chapter 15 verse 29 onwards. Matthew chapter 15 verse 29 onwards. Praise you, Father. Praise you, Father. Worship you, Father. Yes, Lord. We exalt you, Father. Oh, yes, Matthew chapter 15 verse 29 onwards. Worship you, Lord. Worship 29 to 31. Praise you, Father. Yes, Lord. Praise you, Father. Yes, Lord. വളരെ പുരുഷാരം, We see a great crowds, മൂടന്തർ, the lame, the കുരുടർ, blind, the ഊമർ, crippled, the mute. Hallelujah. Hallelujah. Put him at his feet. And Hallelujah. he healed them. Yes, Lord. Hallelujah. 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 ഇത് Praise ചെയ്യാൻ you. സാധിക്കുമോ? Can we do this same work? ഡയറക്റ്റ് രോഗികളെ കാണുന്ന അനേകരുടെ ഉണ്ട്. ഹല്ലേലൂയ. people who take care of sick വേറെ people. ആരും അറിയണ്ട, നീ അവിടെ നിന്ന് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചോ. മൂടന്ന്, കുരുടർ, ഊമർ, കൂന്നറുള്ളവര് എമർജൻസി വാർഡിൽ വരുമ്പോ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചോ, അവർ എഴുന്നേക്കും. Hallelujah. Well, many people here take care of sick patients. So rather than waiting for something to happen, just lay your hands upon them and let the power of God flow through you to heal them. പ്രിസൺ ചെയിൻ അഴിക്കുവാനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. The Lord came to remove the chains of those who are prisoners. സൗഖ്യമാക്കുവാനായിട്ടാണ് He വന്നിരിക്കുന്നത്. came to heal those who were sick. ഹല്ലേലൂയ. ഈ മുടന്തർ കുരുടരെ സൗഖ്യമാക്കിയെങ്കിൽ നമ്മളെയും അതിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. Just as he was able to heal the lame and the crippled, he will surely use our hands to lay and heal those who are sick. അടുത്ത വാക്യം 31ാമത്തെ വാക്യം. Verse number 31. ഊമർ The mute were speaking, കൂന the സൗഖ്യമാവുന്നതും, crippled healthy, മൂടന്തർ the lame നടക്കുന്നു, walking, the കുരുടർ blind കാണുന്നു. seeing. പുരുഷാരം കണ്ടിട്ട് ആരെ ആശ്ചര്യപ്പെട്ടു? യേശുവിന്റെ നാമത്തിൽ ആശ്ചര്യമുള്ള നാമം എന്ന് പറഞ്ഞാൽ ഇത് നടക്കണം. ആ നാമം എടുത്ത് പറയുകയാണെങ്കിൽ സകല രോഗികളും പോകും. പക്ഷെ നിന്റെ ജോലി പോത്തില്ല. നീ പ്രാർത്ഥിച്ചോ, ശരിക്കു പറഞ്ഞോ, മൂടന്തരും സൂടും എല്ലാം സൗഖ്യമാകും. ഹല്ലേലൂയ. Hallelujah. ചിലരെയൊക്കെ കൊള്ളയടിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. Well, there are some treasures that have to be regained. Hallelujah. Praise you, Father. Yes, Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊള്ളയടിക്കാൻ സാധിക്കുമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇത് നടക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് നടക്കണം. നടക്കുമെന്ന് പറയല്ല, അധികാരം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. Yes, Lord. Praise you. ആശ്ചര്യമായ നാമം. Utterly marvel at the people. People will marvel at this. Hallelujah. Marvel ആയിട്ടുള്ള നാമമാണ്. ആശ്ചര്യമായ നാമമാണ്. അവരെന്ത് ചെയ്യും? ഈ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. Hallelujah. The people will come to worship this Lord. Yes, Lord. Praise you, Father. Acts chapter 2 verse 7. Praise you, Father. Yes, Lord.
എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. And they were all amazed and marveled. Hallelujah. Behold, ഇതേത് സംഭവമാണെന്ന് നമുക്ക് അറിയാം. ആക്ട്സ് ചാപ്റ്റർ 2-ൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. we know what happened in Acts chapter 2. അതും ആശ്ചര്യമായ നാമമാണ് അവിടെ ഉയർത്തപ്പെട്ടത്. എന്താണ്? പലരും പല ഭാഷകളിൽ സംസാരിച്ചു. പക്ഷേ അവരെല്ലാം ചോദിക്കുന്നത്, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? And there were people who were gathered there speaking many languages, and so the people were astonished. How can these people be speaking in our languages? Aren't they not Galileans? അവർ അമേസ്ഡ് ആൻഡ് മാർവൽഡ് എന്നാണ്, ഭ്രമിച്ച് ആശ്ചര്യപ്പെടുന്ന നാമമാണ്. നീ അന്യഭാഷ എടുത്ത് സംസാരിക്കുമ്പോൾ, ഇവിടെ ആരാധന നടക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ ആരാധന നടക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ആൾക്കാർ ചോദിക്കണം, ഇവർ സംസാരിക്കുന്ന ഇവരും ഇന്ത്യക്കാരല്ലയോ? ഇവരും ഇന്ത്യക്കാരല്ലയോ? ഇവരും ഏഷ്യൻസ് അല്ലയോ? ഇവരും മനുഷ്യരല്ലയോ? എന്താണ് ഇവിടെ സംസാരിക്കുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മൂവ് നടക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ നാമം ഉയരും. Amazed and marvel I തീരും. And we see here as the Holy Spirit gave them utterance in tongues, and just as they were amazed and marveled because of the name of Jesus, and they wondered, how can these people speak in these languages? In the same way, when you speak in tongues, oh, let there be an amazement in the people of how you are able to speak their language. യേശു എന്ന നാമം ആശ്ചര്യമായ നാമമാണ്. അത് ഗ്ലോറിയസ് ആയിട്ടുള്ള നാമമാണ്, അത്ഭുതമായ നാമമാണ്. ഓ ഹല്ലേലൂയ. അത് മലയാളത്തിൽ എങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇംഗ്ലീഷ് നോക്കുമ്പോഴാണ് അത് പറയുന്നത്. ഗ്ലോറിയസ് ആയിട്ടുള്ള നാമമാണ്, വണ്ടർ വർക്കിംഗ് നാമം, വണ്ടർഫുൾ നാമമാണത്. We see that the name of Jesus is a name that brings amazement and marvel, and that it's a name that is able to do mighty works and miracles. അവന്റെ നാമം utterly amazed ആയിട്ട് അത്ഭുതപ്പെടുന്ന നാമമാണ്. It is a name that brings amazement into the hearts of all souls. അവന്റെ നാമം മാർവൽ ചെയ്യുന്ന നാമമാണ്. യേശുവിന്റെ നാമം കാണുമ്പോൾ നിന്റെ എല്ലാം നോക്കുന്നത് ആ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് അന്യഭാഷയിൽ നടക്കട്ടെ. Oh, as you pray in tongues, let the Spirit of God lift up the name of Jesus and bring amazement to the people. Yes, Lord. Matthew chapter 8 verse 27. Matthew chapter 8 verse 27. Praise you, Father. Praise you, Father. Yes, Lord. Hallelujah. Yes, Lord. Hallelujah. Hallelujah. Praise Hallelujah. Praise you. നമ്മൾ കാറ്റും കടലും ഒക്കെ കണ്ടിട്ട് നമ്മൾ പേടിക്കുന്നവരാണ്, ഇല്ലയോ? Many times we see the wind and the waves and we become alarmed. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വാതന്ത്ര്യമായി തന്നിരിക്കുന്നു. He has given us freely the Holy Spirit. അവന്റെ നാമം നമുക്ക് തന്നിരിക്കുന്നു. He has given freely His name to us. അവന്റെ സാന്നിധ്യം തന്നിരിക്കുന്നു. He has freely given His presence to അവന്റെ us. ദൂതന്മാരെ നമുക്ക് അയച്ചിരിക്കുന്നു. He has sent His angels into our lives. എന്നാൽ കാറ്റും കടലും കാണുമ്പോൾ നമ്മൾ വിഷമിക്കുവാനല്ല, അതിനെ ശാസിക്കുവാനുള്ള അതോറിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. He has not given us a spirit of fear that becomes intimidated at the winds and the waves, but an authority to rebuke and calm the winds and the waves. നീ ഇറങ്ങുമ്പോൾ വിശ്വാസിയായിട്ട് ഇറങ്ങുമ്പോഴാ, യേശുവിന്റെ സന്തതിയായി ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ സന്തതിയായി ഇറങ്ങുമ്പോഴാ, കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനായിട്ട് ചെയ്യുമ്പോഴെന്താണ്? യേശുവിന്റെ നാമമാണ് ഉയരുന്നത്, എന്റെ നാമമല്ല. ആ യേശുവിന്റെ നാമത്തിൽ സകലതും അടങ്ങും. When we come through adoption and sonship through Christ, He gives us the authority to declare to the winds and the waves to be silent and rebuke them. അധികാരമുള്ള നാമമെന്ന് നമ്മൾ പാടും, പക്ഷെ നമ്മൾ അധികാരം ഉപയോഗിക്കാതെ പ്രശ്നങ്ങളെ കാണും. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പ് പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് കാറ്റേ കടലേ നീ ശാന്തമാകുക യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അത് ശാന്തമായേ ഒക്കത്തുള്ളൂ. എന്താ മിടുക്കുകൊണ്ടല്ല, ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ യേശുവിന്റെ നാമം ഉയരും. Hallelujah. Many times, even though we say that the name of Jesus has authority, when we're faced with trials and trouble, we don't exercise the authority that comes through that name, and so we become intimidated.
എത്ര പേര് പറയും അധികാരമുള്ള നാമമാണ്, അധികാരമുള്ള നാമമാണ്, അധികാരമുള്ള നാമമാണ്, അധികാരമുള്ള നാമമാണ്. യേശുവിന്റെ അധികാരം എനിക്കുണ്ട്, യേശുവിന്റെ അധികാരം എനിക്കുണ്ട്, യേശുവിന്റെ അധികാരം എനിക്കുണ്ട്. Through that name, I have the authority that comes by that name. I can exercise that authority by the name. ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ അടങ്ങുക എന്ന് പറഞ്ഞാൽ കാറ്റ് അടങ്ങിയേ മതിയാവൂ. അത് നിന്നെ തന്നെ സംശയിക്കാതെ വിശ്വാസത്തോടെ അവന്റെ നാമം ഏറ്റെടുക്കുവാണെങ്കിൽ അത്ഭുതമായ നാമം കാണുവേ. അത് നിന്റെ വീട്ടുകാര്, നാട്ടുകാര്, ഈ ദേശം കാണത്തക്കവണ്ണം യേശുവിന്റെ നാമം മാർവലായി തീരും, അതിശയിക്കുന്ന നാമമായി തീരും, അതോറിറ്റിയുള്ള നാമമായി തീരും. Oh, we should not become a people that are intimidated to exercise the authority that comes through that name, so that when we declare that name, those who are around us witness the works that take place in our life and will come and be drawn into the family of God. ഇതെല്ലാം നമുക്കറിയാവുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, ഒന്നും പുതുതല്ല നമുക്ക്. These situations that we read through were not new, but they're very familiar to us. It is a time, എഴുന്നേൽക്കുക സഭയെ, എഴുന്നേൽക്കുക വിശ്വാസികളെ, നിങ്ങളുടെ അധികാരത്തോടെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തോടുകൂടെ നീ സംസാരിക്കുക, അധികാരത്തോടുകൂടെ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. Let the problems be gone through the authority that comes from the name of Jesus. Yes, Lord. Matthew 28 verse 18. Matthew 28 verse number 18. യേശു അടുത്ത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അത് ആക്ച്വലി വരേണ്ടത്. യേശു അടുത്ത് എന്ന് എന്താണ് പറഞ്ഞേക്കുന്നത്? Jesus came and spoke to them. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ 1000 പ്രാവശ്യം വായിച്ചാലും നമ്മൾ ഇപ്പോഴും ഡൗട്ട് ചെയ്യും, അവൻ അധികാരമുണ്ടോ, അതോ ഈ മലകളാണോ, ഈ കുന്നുകളാണോ, ഈ ചെങ്ങുകളാണോ എന്ന് പറയും. എന്നാൽ അതിന്റെ നാമത്തിൽ നമ്മൾ കാണുമ്പോൾ, പ്രശ്നങ്ങളെ കാണുമ്പോൾ, രോഗത്തെ കാണുമ്പോൾ, കുരുടരെ കാണുമ്പോൾ, ഊമരെ കാണുമ്പോൾ നമ്മൾ വിളിച്ചു പറയുമോ, സകല അതോറിറ്റിയും എല്ലാ അധികാരം യേശുവിന്റെ നാമത്തിലാണ്. എല്ലാത്തിനും മേലെയായ നാമമാണ്, വേറെ ഒരു നാമവും ഇല്ല. Praise you, Father. Even though we read and believe that the name of Jesus has power and authority, many times when we encounter the mountains in our life, we are not able to exercise that same confidence in that power of that name. Many times we see the mute, the lame, the crippled, and we doubt whether or not that power is behind that name to do that work. എത്ര പേര് തയ്യാറാണ് അധികാരം എക്സസൈസ് ചെയ്യുവാൻ? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അതിന്റെ ഉത്തരം കാണത്തില്ല. ചിലപ്പോഴ് നിന്നെ സംശയിപ്പിക്കും, നിന്നെ കളിയാക്കും, ശത്രു കളിയാക്കുമെങ്കിലും നീ പറഞ്ഞോണം, ഞാൻ എന്റെ നാമമല്ല ഉപയോഗിക്കുന്നത്, സകല അധികാരത്തിനും മേലെ, എല്ലാത്തിനും മേലെയുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇത് കൽപ്പിക്കുന്നു. Many times we may not see the instant work that is done through the power of that name, and that may cause us to doubt, or the enemy may mock us and make fun of us. Hey, how come you said this but it didn't happen? But even still, let the power of God be able to allow you to use that name. ഈ നാമം ഉപയോഗിച്ചാൽ ഹല്ലേലൂയ, ഈ നാമം സകല നാമത്തിനും മേലെ എത്ര വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ഹല്ലേലൂയ, മേലായ നാമം, എല്ലാത്തിനും മേലെ വേറെ ഒരു നാമവും ഇല്ലെന്ന് പറയാമെങ്കിൽ ആ മലകൾ, കുന്നുകൾ തവിടുപൊടിയാവും. Hallelujah. If you are able to declare the name of Jesus is above all the problems that you face or the mountains that you see in front of you, then the mountains that face you will become into a plain. എന്തുകൊണ്ടാണ്? അവന്റെ നാമം അത്ഭുതമായ നാമമാണ്, അവന്റെ നാമം അധികാരമുള്ള നാമമാണ്. His name is an amazing name. It's a powerful name. It is a name with authority. നാമം ജാതികൾ, വംശങ്ങൾ കാണേണ്ടതിന് നീ അതിനെ ഉപയോഗിക്കുമോ? Will you use that name and exercise the authority that comes through that name to bring the nations into the kingdom? ആ ദേശം കാണുവാനായിട്ട്, ഈ ദേശം കാണുവാനായിട്ട്, ലോകമെങ്ങും കാണുവാനായിട്ട്, യേശുവിന്റെ നാമം കാണുവാനായിട്ട് ഏത് ബന്ധനങ്ങളും ഏത് അധികാരങ്ങളും, far above every authority, every power and the position, his name is higher. Yes, Lord. Are you able to say
say and declare that name is greater than any power, principality, or any power in the land. Yes, Lord. അവന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let ഹല്ലേലൂയ. us stand up and witness the amazing wonder of that name. ആ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാണോ? Are you able to declare that? ആ നാമത്തെ എടുത്തു പറയാമോ? എന്റെ ഓരോ സിറ്റുവേഷനിലും ഞാൻ എന്നും എന്റെ റെഗുലർ എക്സസൈസ് ചെയ്യും, ഫെയ്ത്ത് എക്സസൈസ് ചെയ്യും. എന്നും കഴിക്കണമെങ്കിൽ, എന്നും കുടിക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ ഫെയ്ത്തും എക്സസൈസ് ചെയ്യേണ്ടതാണ്. Are you able to say, Father, help me to exercise, oh, the faith that you have given me to declare that name over every ഓ ആ യേശുവിന്റെ നാമം, അതിശയമായ നാമം, അത്ഭുതമായ നാമം, അതിശയമായ നാമം ഞാൻ ഉപയോഗിക്കും എല്ലാ സിറ്റുവേഷനിലും. Oh, I will be able to use that name in whatever situation I find myself in. ജാതികൾ വംശങ്ങൾ കാണേണ്ടതായിട്ട് യേശുവിന്റെ നാമം ഉയർത്താം. ഹല്ലേലൂയ. So that the nations would witness the power that is in that name and would draw them into the kingdom. ഇത് ഒരു സ്റ്റോറിയായി കേട്ടിട്ട് പോവാനല്ല. യേശുവേ നിന്റെ നാമം അധികാരമുള്ള നാമമാണ്, സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു എന്ന് യേശു പിന്നെ പറഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാരെ വിളിച്ച് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഹീൽ ദ സിക്ക്. ഓ ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂതബാധിതരെ കണ്ടുകൊണ്ട് നിൽക്കാനല്ല, അവരെ അഴിക്കുവാനായിട്ടാണ് അധികാരം യേശു ശിഷ്യന്മാർക്ക് തന്നെങ്കിൽ നമുക്കുള്ള അധികാരം അത് തന്നെയാണ്. Just as Jesus called his disciples and transferred his authority into them, oh, to go into the cities and heal those who are sick, in the same way the Father has given us his Spirit to do the very same work, oh, as we are here on this earth. ഓ നമ്മൾ വേറൊരു ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഈ മാസത്തിൽ തന്നെ നമ്മൾ അത്ഭുതങ്ങൾ അതിശയങ്ങൾ ചെയ്യുന്നവരായി തീരാനല്ല, ആ നാമം ഉപയോഗിക്കുന്നവരായി തീരട്ടെ. Oh, let us also be a people that exercise the authority that comes, oh, through that name. Let us be people that use and declare that name. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇത് ചെയ്യാൻ സാധിക്കും. Oh, this can be done by the power of the Holy Spirit. സ്വന്തം ബുദ്ധിയോ സ്വന്തം ശക്തി കൊണ്ടല്ല, സിറ്റുവേഷൻ നോക്കിയാ ചെയ്യാൻ ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്നാൽ ഓ ഹല്ലേലൂയ, ആ glorious name, ആ marvelous name, astonished name, utterly amazed ആയിട്ട്, utterly amazed ആയിട്ട് ജാതികൾ വംശങ്ങൾ ഓടി വരട്ടെ. Oh, it is not by our human wisdom or understanding, but when we declare that name, let it draw the nations into the family of God. നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. Let us yield നമ്മളെ തന്നെ ourselves. സമർപ്പിക്കാം അതിനായിട്ട്. യേശുവേ നിന്നേക്കാൾ വലുതായി ഞാൻ വേറൊന്നിനെ കാണുകയില്ല. Lord, I will not see you more than any other thing in my അവൻ life. സകലത്തിനും ഉച്ചനാണ്. He is on the highest realm. Hallelujah. മഹോന്നതനാണ്. He takes the highest place in my life above നമ്മൾ ഇത് പാടി മഹോന്നതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും മേലെ, എല്ലാത്തിനും മേലെ അവന്റെ above നാമം. all things. His name is above all situations. His name നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മേലെ, നമ്മുടെ ഓരോ കെട്ടുകൾക്കും അന്ധകാരത്തിന്റെ ശക്തികളുടെ മേലും അവൻ വെളിച്ചമായി വരുന്നു. ആ നാമം ഉയരട്ടെ. It is above the powers of darkness. Let light enter in and let that name be lifted up. Yes, Lord. Amen. നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് Let പ്രാർത്ഥിക്കാം. us yield ഹല്ലേലൂയ. ourselves. Yes, Lord. നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. 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 നാം എടുത്ത് പറഞ്ഞാട്ടെ, ആശ്ചര്യമായ നാമമേ, അതിശയമായ നാമമേ, അത്ഭുതമായ നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം,
അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ രോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ രോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ രോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ രോജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, ഹല്ലേലൂയ. 10,000-10,000-ങ്ങളിൽ സുന്ദരനെ, അങ്ങേക്ക് തുല്യൻ അങ്ങ് മാത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവസാന്നിധ്യത്തിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ അവിടെ നിന്ന് കൃപ നൽകിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 18 വർഷമായുള്ള ബന്ധനത്തെ ക്ഷണത്തിൽ വിടുതൽ നൽകിയെങ്കിൽ കർത്താവേ, ഈ ആഴ്ചകളിൽ തന്നെ ക്ഷണത്തിൽ ചില വിടുതലുകൾ കർത്താവ് അവിടെ നിന്നും പകരുന്നതിനായി സ്തോത്രം. എല്ലാ നാമത്തിനും മീതെ അത്യന്തം ഉയർത്തപ്പെട്ടതായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകേണ്ടതിനും ഹല്ലേലൂയ ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിക്കേണ്ടതിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ലിമിറ്റേഷൻസും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, പിശാച് കെട്ടിയതായ ബന്ധനങ്ങൾ, മനുഷ്യർ കെട്ടിയതായ ബന്ധനങ്ങൾ, എല്ലാ ബൗണ്ടറീസും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബി റിലീസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നദി പോലെ ഹല്ലേലൂയ ഒഴുകി വരേണ്ടതിനായി, ദേശത്തിന്റെ അറ്റത്തോളം ഒരു നദി പോലെ ഒഴുകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൗഖ്യങ്ങൾ നിത്യ സംഭവമാകേണ്ടതിന്, മരിച്ചവർ ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കേണ്ടതിനായി കർത്താവേ, വൻ പ്രവർത്തികളെ ആണ്ടുകൾ കഴിയും മുൻപേ വൻ പ്രവർത്തി ഞങ്ങളുടെ മധ്യേ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ മൂവുകൾ ഹല്ലേലൂയ, ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, എല്ലാ പട്ടണങ്ങളെ, ദേശത്തെ ചലിപ്പിക്കുന്ന മൂവുകൾ കർത്താവേ, അത് സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആഗ്രഹത്തോട് ദാഹത്തോട് വന്നവരൊക്കെയും അവിടെ നിന്നും നിറച്ചയക്കുന്നതിനായി സ്തോത്രം. ഇവരെ ദേശത്തെ പിടിക്കുന്നവരാക്കി അവിടെ നിന്നും മാറ്റുന്നതിനായി, ദേശത്തെ അവകാശമാക്കുന്നവരാക്കി കർത്താവേ, പ്രിയ മക്കൾ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവരാജ്യത്തെ പണിയേണ്ടതിനായി ഹല്ലേലൂയ, ഞങ്ങൾക്കായി മുൻപിലേക്ക് അവിടെ നിന്നും ഹല്ലേലൂയ അങ്ങ് കരുതിയിരിക്കുന്ന ഓരോ ദൈവ പ്രവൃത്തികൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോട് മടങ്ങുവാൻ വിലാപങ്ങളെ നിർത്തമാക്കിയ കർത്താവേ, റെട്ടിനെ അഴിച്ചു മാറ്റിയ കർത്താവേ, ഹല്ലേലൂയ. ആനന്ദ തൈലം കൊണ്ട് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ സൗരഭ്യവാസനയായി അവർ ചെല്ലുന്ന സ്ഥലത്തൊക്കെയും ദൈവമഹത്വം പരക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്ത ദാസൻ പാസ്റ്റർ മോനിഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെറോം ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ സൂര്യനെ
സൂര്യനെ പോലെ ജ്യോതിസുകളായി പ്രകാശിപ്പാൻ, അനേകർ ഇരുളിലായിരിക്കുന്ന ജനം വെളിച്ചത്തിലേക്ക്, നേഷൻസ് ആ വെളിച്ചത്തിലേക്ക് വരേണ്ടതിനായി, ജാതികൾ വെളിച്ചത്തിലേക്ക് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ശുശ്രൂഷകളിലൊക്കെയും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും ഒരു താങ്ങായിരിക്കാൻ, ഒരു സപ്പോർട്ടായിരിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇനി ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുവോളം ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരെയും മറച്ചു സൂക്ഷിക്കണമേ. വൻ കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും ഇന്നു മുതൽ എന്നേക്കും നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.